മഹേഷ് പണിക്കർ, ഈ 2019 വാതിൽ സമർപ്പണത്തിന് തൊട്ട് മുന്നോടിയായി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ശബരിമലയ്ക്ക് എത്തിയിരുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല വെറും കൈയോട് എത്തുകയല്ല, ഈ 2 തവണയും എത്തുമ്പോൾ വാതിൽ ഒന്ന് ചെമ്പ് പാളിയാക്കിയ വാതിൽ എത്തിക്കുന്നു, മറ്റൊരു വാതിൽ എത്തിക്കുന്നു. അതായത് ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്തിച്ച ശേഷം എന്താണ്, ഇത് ഫിറ്റ് ചെയ്ത് നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്തും ഇപ്പറയുന്ന കഥാപാത്രങ്ങളെല്ലാം ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്ന ആൾക്കാരടക്കം. അപ്പോൾ നേരത്തെ തന്നെ തിരക്കഥ ഒരുങ്ങിയിരുന്നു. എന്തിനായിരിക്കാം ഇങ്ങനെ 2 തവണ അവിടേക്ക് എത്തിച്ചത് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? ഇത് ആക്ച്വലി 2 അല്ല. അതിനു മുമ്പും ആദ്യം ഈ ഇളവള്ളി നന്ദൻ എന്ന് പറഞ്ഞ ആൾ അവിടെ വന്നിട്ട് ഈ വാതിലിളക്കി അതിന്റെ അളവെടുക്കുന്നുണ്ട്. അളവെടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ അളവെടുത്ത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് അദ്ദേഹം പിന്നെ മരത്തിലുണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അന്നേരവും ഈ യഥാർത്ഥ വാതിലിളക്കി ആ മരത്തിലെ സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്പ് പണിയാനായിട്ട് ചെമ്പ് പണിത് ചെമ്പ് അതിനകത്ത് പൊതിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അന്നേരവും ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടാണ് സ്വർണം പൂശി വരുന്നത്. അപ്പം സ്വർണം പൂശി വരുന്നത് 4ാമത്തെയാണ്. അപ്പം 4 പ്രാവശ്യം ആ ശ്രീകോവിലിന്റെ വാതിൽ, ഇതൊക്കെ തന്ത്രിയുടെയൊക്കെ അറിവില്ലാണ്ട് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മാർച്ച് 11-നാണ് ഇവര് യഥാർത്ഥത്തിൽ ഈ പണി പൂർത്തിയാക്കിയ വാതിൽ അവിടെ ഫിറ്റ് ചെയ്യുന്നതെങ്കിലും അതിനു മുമ്പ് 3 പ്രാവശ്യം ഇവര് ഉറപ്പായിട്ടും ശ്രീകോവിലിന്റെ വാതിൽ ഇളക്കി വെളി വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇത് മാറ്റാനായിട്ട് എന്നിട്ട് അതിന്റെ പൂട്ടും, നമ്മുടെ പഴയ വാതിലിന്റെ പൂട്ടും ആ പൂട്ട് ഇളക്കിയിട്ടാണ് ഈ പുതിയ വാതിലിലേക്ക് വെച്ചിരിക്കുന്നത്. ആ പൂട്ടിന് എന്തോ പ്രത്യേകത ഉണ്ടെന്നൊക്കെയുള്ള രീതി പറഞ്ഞിട്ട് പിന്നെ പക്ഷെ 2ാമത് നമ്മുടെ ദ്വാരപാലക പാളി വരുമ്പോൾ ആ പൂട്ടും സ്വർണം പൂശി വരുന്നതായിട്ട് ജയറാമിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനകത്ത് ആ പൂട്ടും ഉണ്ട്. അപ്പം ഇതിനകത്ത് വളരെ ദുരൂഹമാണ്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗൂഢാലോചനയുള്ള ഈ മൊത്തം സാധനങ്ങളും ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ജയറാം ഉൾപ്പെടെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. കാര്യം ഈ ഡോർ കൊണ്ടുവരുന്ന സമയത്ത് ഈ മാർച്ച് 11-ന് സെറ്റ് ചെയ്യുന്ന ഡോർ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ അമ്പലത്തിന്റെ പള്ളിക്കത്തോട് അമ്പലത്തിൽ വന്നിട്ട് ആ അമ്പലത്തിനകത്ത് ജയറാം അവിടെ വരുന്നുണ്ട്. അന്നേരത്തേക്ക് ജയറാമിന്റെ എന്തോ ഷൂട്ടിങ് ക്യാൻസൽ ആകുന്നു ഹൈദരാബാദിലുള്ളത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. അത് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെ ഷൂട്ടിംഗ് മാറുന്നു. ആ ഷൂട്ടിംഗ് വരുന്ന സമയത്തേക്ക് പുള്ളി ആ ഡോറി വരുന്നു. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ദുരൂഹമാണ്. ഇവരുടെ ആ ഒരു ടീം വർക്ക് അതിനകത്ത് വളരെ പ്രകടമാണ്. ഈ തെളിവുകൾ പുറത്തോട്ട് വരുന്നത് അങ്ങനെ തന്നെയാണ് അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ മഹേഷ് പണിക്കർ, നമുക്ക് സ്വാഭാവികമായി ചില സംശയങ്ങൾ ഒരു പക്ഷേ ഉയർന്നേക്കാം. കാരണം ഈ കല്ലിൽ കൊത്തിവെച്ച് അല്ലെങ്കിൽ കല്ലിലേക്ക് ഈ കട്ടിളപ്പാളിയൊക്കെ തന്നെ സ്ഥാപിക്കുമ്പോൾ ചില എററുകളൊക്കെ സംഭവിക്കാതിരിക്കാൻ 1, 2, 3 തവണയെങ്കിലും സൂക്ഷ്മതയോടുകൂടി പരിശോധനയ്ക്ക് വിധേയമാക്കാം എന്ന് കരുതി ആയിരിക്കില്ലല്ലോ ഈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് സ്വർണ്ണത്തിന് ഇതിനത്തെ ആ ഒരു ഇതിന്റെ കച്ചവടമൊക്കെ ഉറപ്പിച്ചിട്ട് ഈ വാതിൽ ഒറിജിനൽ എവിടെ പോകണം, അല്ലെങ്കിൽ കട്ടള എവിടെ പോകണം, ധാരപാലകൾ എവിടെ പോകണം, അതിന്റെയൊക്കെ കച്ചവടം ഉറപ്പിച്ചതിന് ശേഷം നടന്നിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ് ഈ കാണുന്നത്. കാര്യം ഇതൊരു സത്യം പറഞ്ഞാൽ നമ്മളൊരു ശില്പി എന്നുള്ള രീതിയിൽ ഒരു ഡോറ് മാറ്റി പണിയുന്ന ഒരു കേസിനകത്ത് അത്രയും സ്വർണം പൂശിയിരിക്കുന്ന ഒരു ഡോറ് അത് മാറ്റുന്ന ഒരു കേസ് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല. അത് കഥകിന് എന്തെങ്കിലും മരത്തിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ കേടുപാടുകൾ വരാൻ സാധ്യതയില്ല. പഴയ മരം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്, അതിനെന്താ കേടുപാട്? അതിലും ഇപ്പൊ ചെതലരിച്ചെന്ന് പറയുമായിരിക്കും. പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെ ഒരു കേടുപാട് വന്നിട്ടുള്ള സ്ഥാനമല്ല. അതിനെന്തെങ്കിലും നിസ്സാരമായ അലൈൻമെന്റ് വ്യത്യാസം ഉണ്ട്, ഒരു പണിക്കാരനെ കൊണ്ട് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന ഒരു സ്ഥാനമാണ്. ഇത് അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇവർ തടി ഉൾപ്പെടെ മാറ്റിയിരിക്കുന്നത്. ഈ തടി മാറ്റേണ്ട ആവശ്യം എന്തായിരുന്നു? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ പഴയ പാളിക്കകത്ത് തന്നെ തടി മാറ്റിയാൽ മതിയല്ലോ. ആ പാളി അതുപോലെ തിരിച്ചു വെച്ചാൽ പോരെ. അപ്പൊ യാതൊരു പ്രശ്നവും വരുന്നില്ലല്ലോ. ഇത് പാളി അടിച്ചു മാറ്റാനും ഈ പറഞ്ഞ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ഇത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ സാധനങ്ങൾ മറ്റെന്തെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെ മറ്റെന്തെങ്കിലും ആർക്കോ ഇവർ ഈ സ്വപ്ന ദർശനം എന്നൊക്കെ കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ പറയുന്ന പോലെ മറ്റാരെങ്കിലും വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഐശ്വര്യം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെയും കൂടെ ഭാഗമാക്കാക്കി ഒരു ബ്രാൻഡിങ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന എല്ലാ കേസിനകത്തും ജയറാം ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ട്. അവരുടെ ആ സമയത്തെ ഈ സാധനങ്ങളുടെ ഈ സംഭാഷണമൊക്കെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇച്ചിരി മുമ്പ് മാതൃഭൂമി സംപ്രേഷണം ചെയ്ത സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ എന്തുമാത്രം ഗുരുതരമായ രീതിയിലാണ് ഇവരൊക്കെ ഇടപെട്ടിരിക്കുന്നത്. എന്നിട്ടെല്ലാം എന്താ പറഞ്ഞ യാദൃശ്ചികതയുടെ ഇത് മാത്രമായിട്ടാണ് ഇവര് പറയുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് മറ്റേ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് എന്റെ വീട്ടിലോട്ടൊന്ന് കയറ്റിക്കോളെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് സത്യം പറഞ്ഞാൽ ജയറാമിന്റെ വീട്ടിലെ പൂജ നടക്കുന്നത്. അപ്പം അതൊക്കെ എന്ത് ഗുരുതരമായ കള്ളമാണ് അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പൊതുവെ വിലയിരുത്തുമ്പോൾ പലപ്പോഴായി നമ്മൾ തുടക്കത്തിൽ അന്വേഷണവുമായിട്ട് ഈ സംഘം കടന്നു വരുമ്പോൾ ചില തെളിവുകളൊക്കെ ഒരുപാട് സമാഹരിക്കാൻ കഴിഞ്ഞു. പക്ഷേ കണക്റ്റിംഗ് എവിഡൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് എത്രത്തോളം അളവിലുള്ള സ്വർണ്ണം ഇവിടുന്ന് പോയി എന്ന് തിട്ടപ്പെടുത്താനാകുന്നില്ല, അത് എവിടേക്ക് കൊണ്ടുപോയി എന്ന് തിട്ടപ്പെടുത്താനാകുന്നില്ല, എവിടെയാണ് ഈ തൊണ്ടി മുതൽ ഉള്ളത് എന്നതും തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ചെന്നെത്തുന്തോറും ഇങ്ങനെ അഴിയാക്കുരുക്കായി അന്വേഷണം മാറുന്നുണ്ടെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ റിസൾട്ട് മെറിറ്റിലേക്ക് ഉള്ള ഒരു ആശങ്ക അത് നമുക്ക് എത്രത്തോളം വർദ്ധിക്കുന്നുണ്ട്? അപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോഴത്തെ കയ്യിലുകളിൽ ഈ അന്വേഷണം നിൽക്കില്ല എന്ന തോന്നൽ ബലപ്പെടുകയാണോ?
അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ അന്വേഷണം എന്ന് പറയുന്നത് ദ്വാരപാലക പാളികളാണ്. ആ ദ്വാരപാലക പാളികളിനകത്തെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഹൈദരാബാദിൽ 39 ദിവസത്തെ ട്രാവൽ റീക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്താണ് ഇതിനകത്ത് ഹിഡനായിട്ട് അത്രയും സമയം എടുത്തിരിക്കുന്നത്. അപ്പം അതിന്റെ ഒരു അന്വേഷണത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇപ്പം ഈ ജയറാമിന്റെ ഒക്കെ അന്വേഷണം വരുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ആദ്യം മുതലേ അവര് വളരെ സ്കാറ്ററായിട്ട് ഒരുപാട് മറ്റു പല കാര്യങ്ങൾ ഇതിന് അനുബന്ധമായിട്ട് വന്ന കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോയത് കൊണ്ടാണ് ഇതിലേക്ക് അത്ര വരാഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ജയറാമിന്റെ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതുകൊണ്ടാണ്. ജയറാമിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ ജയറാം ഒരുപക്ഷെ ഒരു അസ്വാഭാവികമായി യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടുപോയി, അല്ലെങ്കിൽ അവിടേക്ക് ഈ പാളികളുമായി ഇളക്കി, അല്ലെങ്കിൽ ശബരിമലയിലെ ഈ സാമഗ്രികളുമായിട്ട് എത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ദൈവികത തോന്നും. 19 വർഷക്കാലമായി ശബരിമലയുമായി വരുന്ന, എല്ലാ വർഷവും തൊഴുവാൻ വരുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ഒരു ദൈവികമായിട്ടുള്ള ഒരു രീതി എന്നതിനെ കവിഞ്ഞ് മറ്റെന്തെങ്കിലും സംശയം ജയറാമുമായി കേന്ദ്രീകരിച്ച് ഈ അന്വേഷണ സംഘത്തിന് മുന്നിലോ, അല്ലെങ്കിൽ താങ്കൾ ഒരു ശില്പിയാണ്, അത് കൈകാര്യം ചെയ്ത് ഇത്രയും നാൾ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും സംശയം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന് മൊത്തത്തിൽ തോന്നുന്നുണ്ടല്ലോ. കാര്യം ഇത് കഴിഞ്ഞിട്ടും അദ്ദേഹം എന്തൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്ന പോലെ, ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം മരിച്ച സമയത്തും, അല്ലെ മോഹൻലാലിന്റെ അമ്മ മരിച്ച സമയത്തൊന്നും ഇദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹം തീർച്ചയായിട്ടും അവിടെയൊക്കെ വരേണ്ട വ്യക്തിയാണ്. പക്ഷെ അങ്ങനെ വരാതിരിക്കുമ്പോഴത്തേക്ക് എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ ഒരു പൊതുസമൂഹത്തിന് തോന്നുന്നതിനകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെയൊക്കെ ഈ പറഞ്ഞ അമിത ഭക്തി, അമിതമായിട്ടുള്ള ഇതും 200 രൂപ ദക്ഷിണ കൊടുത്തോളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളും, അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു കുടുംബം എന്തെങ്കിലും ഒരു സാധനം സമർപ്പിക്കുമ്പോൾ, പുതിയതായിട്ടൊരു അങ്കിയോ അല്ലെങ്കിൽ ഒരു നെറ്റിപ്പട്ടമോ അങ്ങനെയൊക്കെ സമർപ്പിക്കുമ്പോഴാണ് അവരുടെ വീടുകളിൽ വെച്ച് പൂജ ചെയ്തിട്ട് അതൊരു ഘോഷയാത്രയായിട്ടൊക്കെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ഒന്നീ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ ധനം മേടിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പൂജകളൊക്കെ നടത്താനും അങ്ങനത്തെ. പക്ഷെ അതൊക്കെ അദ്ദേഹം മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും 200 രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്ന എന്ത് സാങ്കല്പികമായിട്ടുള്ള ഒരു വാദമാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംശയങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ആരെയും മുൻവിധിയോടുകൂടി ഈ വിഷയത്തിൽ, ഗൗരവമേറിയ വിഷയത്തിൽ നമ്മൾ പ്രതികരിക്കപ്പെടാനും പാടില്ല. പക്ഷെ അന്വേഷണം ശരിയായ ദിശയ്ക്ക് നീങ്ങണം. അവിടെയാണ് ഈ വാതിലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉയരുന്നത്. 2019 വാതിൽ സമർപ്പണത്തിന് തൊട്ടു മുൻപ് 2 തവണ, 2ലും അധികം കൊണ്ടുവന്നിട്ടായിട്ടാണ് ഇപ്പോൾ ശില്പി പറയുന്നത്. അപ്പോൾ 2 തവണ എത്തിയതിന്റെ ദൃശ്യങ്ങൾ ഈ വാതിൽ കൊണ്ടുവന്ന് ഇളക്കിയതിന് ശേഷം അവിടെ പലതവണയായി വെച്ചു, ഫിറ്റ് ചെയ്തു എന്നടക്കമുള്ള തെളിവുകൾ കൂടുതലായി പുറത്തേക്ക് വരുന്നു. അപ്പോൾ സംശയങ്ങൾ ബലപ്പെടുകയാണ് സ്വർണ്ണക്കൊള്ളയിൽ.